ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം വെള്ളം പൊങ്ങിയിട്ടില്ല. പിന്നെയുള്ള വെള്ളപ്പൊക്കം ഇതാണ്. ഈ ക്യാമ്പിൽ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ടോ? എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഇവിടെ. ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഗവൺമെൻറ് കയറുന്നില്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ അവരെ നമുക്ക് ബോധ്യപ്പെടുത്താനേ പറ്റുള്ളൂ. പിന്നീട് അവർ കണ്ട് നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് അവർ ചെയ്യുന്നതാണ് നമ്മുടെ ആത്മവിശ്വാസം. ഈ കുട്ടികളായിട്ട് ഇതുപോലുള്ള ക്യാമ്പിൽ കഴിയുക എന്ന് പറഞ്ഞാൽ അവരെ പഠനം മുടങ്ങി അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇതിപ്പോൾ എൻ്റെ മോൾ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ പിള്ളേരുടെ പഠനം മുടങ്ങുവാണ് ചെയ്യുന്നത്. എല്ലാ വർഷവും ഇത് തന്നെയാണോ? എല്ലാ വർഷവും ഇത് തന്നെയാണ്. നമുക്ക് ചില സമയത്ത് ക്യാമ്പ് പോലും തുറക്കാറില്ല. ഞങ്ങൾ മുണ്ടാർ ഉള്ള നിവാസികൾ ഉണ്ട്, പിന്നെ അങ്ങനെ താഴ്ന്ന പ്രദേശത്തുള്ളവരാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മെയ് കയറിയ വെള്ളം ജൂലൈ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത്. അത്രയും നാൾ ഞങ്ങൾ ആ വീടുകളിൽ തന്നെ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് കഴിയുമായിരുന്നു. അന്ന് ക്യാമ്പ് പോലും തുറക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. ശരിക്കും ഈ കല്ലറയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മുണ്ടാർ ഒറ്റപ്പെട്ട് കിടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതായത് മുണ്ടാറിലേക്ക് എല്ലാ സൗകര്യങ്ങളും എത്തുന്നില്ല എന്നുള്ളൊരു എല്ലാ സൗകര്യങ്ങളും എത്തിയിട്ടില്ല. ഇല്ല. ഞാൻ പറവന്തൂരത്താണ്. പിന്നെ മുഴുവൻ വെള്ളത്തിനടി കിടക്കുക. വീട് മൊത്തം പോയെന്നാ തോന്നുന്നു. ഇറങ്ങി കഴിയുമ്പോൾ അതിന്റെ അവസ്ഥ അറിയാൻ പറ്റുള്ളൂ. അതെ, ഞാൻ ആങ്ങളയുടെ വീട്ടിലാണ് എന്നിട്ട് അപ്പറയാ താമസിക്കുന്നത് അടുത്ത്. എല്ലാ വർഷവും ഇങ്ങനെ വെള്ളം കയറാറുണ്ടോ? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇല്ലായിരുന്നു ഇത്രയും വെള്ളം. ഇത്രയും വെള്ളം ഇപ്പോഴാണ് ഉണ്ടാകണം. ചേച്ചി, എല്ലാ മഴക്കാലത്തും ഇത് തന്നെയാണോ അവസ്ഥ? അത് തന്നെ, ഇത് തന്നെ. ഞങ്ങൾക്ക് ജൂൺ മാസത്തിൽ തുടങ്ങിയത്. എന്നിട്ട് പിന്നെ ഞങ്ങളിപ്പോൾ സന്തോഷിച്ച് വന്നപ്പോഴാണ് പിന്നെ ഇപ്പോഴും വീണ്ടും അതിലും വലിയ ഇതായിട്ട് മാറിയത്. ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. ഞങ്ങൾ വീട്ടിലൊന്നും നിൽക്കാനും ഒരു രക്ഷയില്ലാതെ ഞങ്ങളിവിടെ വന്നു. വീട്ടിലിപ്പോൾ എത്രത്തോളം വെള്ളമുണ്ട്? വീട്ടിൽ ഞങ്ങളുടെ മുട്ടിന് മുകളിലുണ്ട് വെള്ളം. ഇപ്പോൾ അതിൽ കൂടി കാണും. ഞങ്ങൾ രാവിലെ പോകുന്നതല്ലേ അവിടെ നിന്ന്. ഞങ്ങൾക്ക് ഒരു ഇന്നലെ കിടന്നിട്ട് ഉറക്കം വന്നിട്ടില്ല. വെള്ളം കയറുന്ന പാച്ചിരി കേട്ടിട്ട്, വെള്ളം പാച്ചിരി കേട്ടിട്ട്. അതുപോലെ തന്നെ ഈ കൃഷിയുടെ കാര്യം എങ്ങനെയാണ്? അവിടെ കൃഷി ചെയ്തിട്ടാണോ നിങ്ങൾ കൂടുതലും? അത് നെൽകൃഷിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേന് ഇപ്പോൾ പെരയ്ക്കാതെ തന്നെ അരയോളം വെള്ളമുണ്ട്. പിന്നെ എന്നാ അവസ്ഥ നമ്മൾ പറയണത്? ഇത് ആണ്ടുപോലെ ഇത് തന്നെ ഞങ്ങൾക്ക് പണി. നമുക്ക് പുറബണ്ടില്ലാത്തതാണ് ഇതെല്ലാം പ്രശ്നം ഞങ്ങൾക്ക് വരുന്നത്. പുറബണ്ടുണ്ടായെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷപിടിച്ച് പറ്റാൻ പറ്റുള്ളൂ അവിടെ. അമ്മേ, ശരിക്കും വർഷകാലത്ത് ദുരിതം തന്നെയാണോ? വർഷകാലത്ത് നല്ല ദുരിതം തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ ആ മുണ്ടാറിൻ്റെ 3/4% ഞങ്ങൾ വിതച്ച് ഭേദപാടെല്ലാം മുങ്ങി ബണ്ടും വീണ കഴിഞ്ഞാൽ. ഇപ്പം ഞങ്ങൾക്ക് ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഞങ്ങൾക്ക് ചുറ്റോട് ബണ്ടാണ് അത്യാവശ്യം. ഈ ബണ്ട് വളർന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാ വർഷവും ഇങ്ങനെ അല്ല ബണ്ട് വരുമ്പോൾ പൊതുവായിട്ട് താഴുമല്ലോ, അത് താഴുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചുറ്റണം. പിന്നെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു 5 ബ്ലോക്ക് ഒന്നിച്ചാണ് കിടക്കുന്നത്. ആ 5 ബ്ലോക്കിൻ്റെ ചുറ്റുവശവും വണ്ടുണ്ടെങ്കിൽ ഞങ്ങൾ 5 ബ്ലോക്കുകാർക്ക് 2 കൃഷി ചെയ്യാം. പിന്നെ ഈ 2600 മീറ്റർ മറ്റാണ് ചുറ്റളവാണ് ഈ നമ്മുടെ മുണ്ടാറ്. ആ മുണ്ടാറും ഞങ്ങൾക്ക് ഈ പിന്നെ മൊത്തം വണ്ട് പിടിച്ച് വരുവാണെങ്കിൽ അവർ സുരക്ഷിതമാകും. എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ കാര്യങ്ങളിരിക്കണം. നമ്മൾ പഠിക്കേണ്ട നിൽക്കുകയല്ല എങ്കിലും നമ്മൾ. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബ്ലോക്ക് മെമ്പർ പ്രസിഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. അതെല്ലാം വേണ്ടതുപോലെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതിനവർ കാര്യങ്ങൾ നീക്കുന്നുമുണ്ട്. അപ്പോൾ നല്ല ഒരു മുന്നോട്ടൊരു നല്ല നീക്കം ഉണ്ടാകും ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ കയറിയ ഉടനെ അവരോട് ഇപ്പോൾ അത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരൊന്നും കയറിയതല്ലേ ഉള്ളൂ. അവരൊന്നും ഇരിക്കട്ടെ ചൊവ്വേന്നേരം അന്നെങ്കിൽ അവർ ചെയ്തു തരും എന്ന് വിശ്വസിക്കുന്നു. അപ്പർ കുട്ടനാടിൻ്റെ ഭാഗമായ കല്ലറ ഗ്രാമപഞ്ചായത്തിൻ്റെ 12ാം വാർഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ അവസ്ഥയൊന്ന് നോക്കൂ. ഇവിടെ വളരെ ദുരിതമാണ് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വീട്ടിലുള്ളവരാണെങ്കിൽ തന്നെ ഇവിടെ നിന്ന് ക്യാമ്പിലേക്ക് മാറിക്കഴിഞ്ഞു. വീടിൻ്റെ പടിയുടെ മുകളിൽ തന്നെ വെള്ളം എത്തിക്കഴിഞ്ഞു. കതക് തുറക്കാൻ മേലാത്തൊരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഈ വാർഡിലെ ബിന്ദു മെമ്പറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ബിന്ദു മെമ്പർ, എങ്ങനെയാണ് ഇതിനു മുമ്പ് ഇതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടായത് എപ്പോഴാണ്? 2018 ഇതിനു മുമ്പ് വെള്ളപ്പൊക്കം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോഴാണ്. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പായലും തോടുകളിൽ മുഴുവൻ കടകൽ, പായൽ, പോള ഇതെല്ലാം കയറി കിടക്കുകയാണ്. ആൾക്കാർക്ക് നടന്നു പോകത്തക്ക രീതിയിലാണ് കടകൽ കയറി കിടക്കുന്നത്. അതിന് നമ്മൾ ഇറിഗേഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെറ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം മോൻസ് ജോസഫ് MLAക്ക് നമ്മൾ അവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഇതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും നടത്തിയിട്ടുണ്ട്. ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഇതുവരെയായിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിഴക്ക് ഭാഗത്തുള്ള അല്ലെങ്കിൽ ആ അവിടത്തേക്ക് ചിറകൾ ഉയർന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ? ചിറ ഓൾറെഡി നേരത്തെ ഒന്ന് ഉയർത്തിയതാണ്. ഈ ടിപ്പറുകളുടെ ഈ പോക്ക് കൊണ്ട് അത് പിന്നെയും താന്നു പോവുകയാണ്. അപ്പം ചിറ ഉയർത്തണം, എന്നാലേ ഉള്ളൂ അതിന് പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ എത്രത്തോളം കുടുംബങ്ങളാണ് ഇവിടെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്? ഈ ഭാഗത്ത് 6ഓളം കുടുംബങ്ങൾ
വെള്ളം കയറിയ നിലയിലുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വേറെ കുറച്ച് വീടുകൾ കൂടി ഉണ്ട്. അവിടെയും കൂടെ നമുക്ക് പോകാം. ഇപ്പോൾ പരിസരവാസിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ചേട്ടാ, എങ്ങനെയാണ് ഇപ്പോൾ വീട് വിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണോ? വീട് വിട്ട് പോകേണ്ട അവസ്ഥയാണ്. വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ താമസിക്കാൻ പറ്റുകയില്ല. വാതിൽ തുറക്കാനോ വെള്ളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും മേലാത്ത അവസ്ഥയാണ്. ഇഴജന്തുക്കളും ഒക്കെ കയറി വരും കരിക്കേട്. ഇപ്പോൾ ഈ വെള്ളം മുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ക്യാമ്പിനെയൊക്കെ ഒന്ന്? ക്യാമ്പ് നമ്മുടെ കല്ലറ പഞ്ചായത്തിൽ ഒരേ ഒരു ക്യാമ്പാണ് നിലവിലുള്ളത്. ആണെങ്കിൽ പോലും കല്ലറയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുണ്ടാർ പ്രദേശത്തുള്ളവരാണ്. കല്ലറയുടെ മറ്റ് വാർഡുകളിലും മൊത്തം 14 വാർഡ്, ഈ 14 വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിരുന്നാൽ പോലും ഈ വിഷയങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുമായിട്ട് ബന്ധ വിഷയങ്ങളെല്ലാവരും നാട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ ഈ പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നടക്കുകയുള്ളൂ. അതിനകത്ത് മറ്റു കാര്യങ്ങൾ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചാണ് കഴിഞ്ഞ 2018-19 കാലങ്ങളിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ സമയങ്ങളിലും നടക്കുന്നത്. ഈ ക്യാമ്പിൽ എങ്ങനെയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിലെ ആളുകളെ ഇപ്പോൾ കണ്ടെത്തി ഇവിടെ പാർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കാത്തവരെയും അല്ലെങ്കിൽ വീട്ടിൽ വെള്ളം കയറിയവരും അങ്ങനെ ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ദുരിതം അനുഭവിക്കുന്ന എല്ലാ വിധത്തിലുള്ള ആൾക്കാർക്കും, പിന്നെ സ്വയമേവ വന്നിട്ട് ഇവിടെ വന്ന് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെയും ഞങ്ങളിവിടെ അത് ചേർക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഞങ്ങൾ ഇന്നലെ 1-ാം വാർഡിൽ നിന്ന് ഒത്തിരി പേരെ വാഹനങ്ങളിലൂടെ എത്തിച്ച് അവരെ ഒരു വള്ളത്തിൽ ഇക്കരെ കടക്കുകയും ഞങ്ങൾ അവരെ ഇവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് പിന്നെ 12-ാം വാർഡിലുണ്ട്, 2-ാം വാർഡിലുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും മെമ്പർമാരെല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വരുത്തുന്നുണ്ട്. അവർക്ക് ആവശ്യമായ ഫുഡ് എല്ലാ സമയങ്ങളിലും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഫുഡുകളൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമായിരിക്കാൻ ആർക്കും ഒരു പരാതിയൊന്നും ഇതുവരെ ഫുഡിനെ പറ്റിയോ താമസ സൗകര്യത്തെ പറ്റിയോ പിന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവർക്ക് എന്താണ് ആവശ്യം, ഇനിയിപ്പോൾ വൈകുന്നേരം TV ഒക്കെ പഠിപ്പിക്കാൻ പോകുന്നു, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് വേണേലും നമ്മൾ ഇവർക്ക് വേണ്ടുന്ന എന്ത് സഹായവും ചെയ്യാൻ എല്ലാ മെമ്പർമാരും മുമ്പിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ? ക്യാമ്പ് നമുക്ക് ഈ എല്ലാ ഏരിയകളിലും കൂടി ഒരു ക്യാമ്പിൻ്റെ ആവശ്യം നമുക്ക് വന്നിട്ടുള്ളൂ. മുണ്ടാർ ഏരിയയിലുള്ള ആൾക്കാരെ, പാറേക്കോളിലുള്ള മുഴുവൻ ആൾക്കാരും, അതുപോലെ തന്നെ ഒരു 200ഓളം വീടുകൾ അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഇവിടെ താമസിക്കാൻ സൗകര്യമായിട്ട് ആവശ്യം വേണ്ടുന്ന എല്ലാ ആൾക്കാരെയും നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും എല്ലാ ക്രമീകരണങ്ങളും, ആരോഗ്യ പരിരക്ഷ ഉൾപ്പെടെ, മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിന്ന് ചെയ്തിട്ടുണ്ട്. കളക്ടർ രാവിലെ സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. സ്ഥിതിഗതികളൊക്കെ തൃപ്തികരമാണെന്ന് വിലയിരുത്തിയാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ബാക്കി ഇനി അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇത് തീരുന്ന വരെയുള്ള സമയങ്ങളിൽ പഞ്ചായത്ത് ഫുൾ സപ്പോർട്ടായിട്ട് അവരുടെ കൂടെ ഉണ്ടാകും. എങ്ങനെയാണ് വാർഡിലെ വിഷയങ്ങളൊക്കെ എത്രത്തോളം ദുരിതമാണ് അവരാണ്? എൻ്റെ വാർഡ് 12-ാം വാർഡാണ്. പക്ഷെ ഞങ്ങൾ 14 മെമ്പർമാരും ഒരേപോലെ പ്രവർത്തിക്കുകയാണ്. ഇവിടെ ഒന്നിച്ചു നിന്ന് ക്യാമ്പിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ വാർഡ് എന്ന് പറഞ്ഞാൽ ഒരു 10-30 വീട്ടുകാരോളം വെള്ളത്തിലാണ്. എൻ്റെ ഏരിയ പറവന്തുരുത്തുണ്ട്, പെരുന്തുരുത്തുണ്ട്. 2 സൈഡും വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കി ആൾക്കാർ അവിടെ വീടുകൾ താമസിക്കുകയാണ്. ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുണ്ടാർ ഇപ്പോൾ എല്ലാ കൃഷി മേഖലകളെല്ലാം, പാടശേഖരങ്ങളെല്ലാം പോയി. കൃഷി ചെയ്ത പാടശേഖരങ്ങളുണ്ടായിരുന്നു. വിതച്ച് പറിച്ച് നെടിലറായ നെൽകൃഷിയാണെന്നില്ല, കപ്പ, വാഴ അങ്ങനെയുള്ള കൃഷികളെല്ലാം നശിച്ചു. വീടുകളിലെല്ലാം കാൽഭാഗത്തോളം വെള്ളം കയറി. എല്ലാവരും കുറച്ച് പേരൊക്കെ ഇവിടെ വരുന്നുണ്ട്. തുടങ്ങിയപ്പോൾ മുതൽ വരുന്നുണ്ട്, ഇന്നും വരുന്നിട്ടുണ്ട്. നാളെ വരാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരുണ്ട്. സാധനങ്ങളൊക്കെ പൊക്കി വെക്കാനും ഉണ്ട്. അവരുടെ പശുക്കളൊക്കെ ഉള്ളവരൊക്കെ പോരാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ നിൽക്കുന്നവരുണ്ട്. വെള്ളം കയറ്റി കിടക്കുന്നതാണെങ്കിലും അവർക്ക് പോരാൻ പറ്റത്തില്ല. കന്നുകാലികളൊക്കെ ഉള്ളത് കാരണം അവരെ സംരക്ഷിക്കേണ്ടത് കാരണം അവർക്ക് ഇവിടെ വന്നിച്ച് തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാരണം അവരവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നവരുണ്ട്. പോരാൻ പറ്റാതെ ഇരിക്കുന്നവരുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് പശുവും അങ്ങനെയുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ബന്ധുവീടുകളിൽ പോയവരുണ്ട്. ഇവിടെ വന്ന് ഇവിടെ താമസിക്കുന്നവരുണ്ട്. അവിടെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഈ മഴ ഇങ്ങനെ തുടർന്ന് നിൽക്കുന്നത് കാരണം ഇപ്പോഴും അവിടെ ബ്ലോക്കിനൊക്കെ വെള്ളം കയറാതിരിക്കാനായിട്ട് അവർ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും പോലും എല്ലാ ഭാഗങ്ങളും വെള്ളം കയറി. ഈ 2018 പോലെ തന്നെ ഒരു വെള്ളപ്പൊക്കമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ കല്ലറാബിയിലെ BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ ഗവൺമെൻറ് ഒരു കൈത്താങ്ങാനായിട്ടും പാവപ്പെട്ട വീടുകളിൽ വെള്ളം കയറിയ ആൾക്കാർക്ക് ഒരു ചെറിയ സഹായമായിട്ടാണ് ഞങ്ങളിന്ന് ഈ സാധനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഈ 2018 അപേക്ഷിച്ച് ഇപ്രാവശ്യം ഒരു കണക്ക് കൂടുതലാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ചിലപ്പം വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ തോടുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ജലസേചന സൗകര്യം, ജലം ഒഴുകിപ്പോകുന്നതിനുള്ള സൗകര്യങ്ങൾ തീരെ കുറവാണ്. അതൊക്കെ ഒന്ന് പരിഹരിക്കുകയാണെങ്കിൽ ഇത്രയും വെള്ളം ഈ ഒറ്റയടി 2-3 മഴ പെയ്തപ്പോൾ തന്നെ ഇത്രയും വെള്ളം കയറി. ഇനിയും കൂടെ മഴ പെയ്ത് കഴിഞ്ഞാൽ
ബാക്കിയുള്ളവരുടെ വീടുകളിലൊക്കെ വെള്ളം കയറും. അതുപോലെ തന്നെ നമ്മുടെ പാടശേഖരങ്ങളിലൊക്കെ എല്ലാ വർഷവും കൃഷി അതുപോലെ തന്നെ നടത്തുകയാണെങ്കിൽ പറമ്പുണ്ടുകളൊക്കെ വിലപ്പെടുത്തിക്കൊണ്ട് നടത്തുകയാണെങ്കിൽ എപ്പോഴും വെള്ളം കെട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് ആ ഒരു കാര്യത്തിന് കൂടി ഒരു നല്ലൊരു മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ പാടശേഖരത്തിലെ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ കല്ലറ ഗ്രാമപഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് അംഗ ഒരു നിവാസി എന്ന നിലയിലും നമ്മുടെ കല്ലറ BJPയുടെ ഒരു ചെറിയ സ്ഥാനത്തിരിക്കുന്ന ഒരു അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ BJP പ്രസിഡൻറ്റിൻ്റെ പാടത്ത് വെള്ളം കയറിയതിനാൽ അദ്ദേഹമാണ് നിന്ന് എത്താതിരുന്നത്. അദ്ദേഹം വെള്ളം കയറിയിട്ട് മട വീണിട്ട് വെള്ളം കട്ട കുത്തി വെച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ വിളിക്കുന്നത്. പുള്ളിക്ക് വരാൻ ഈ ഒരു സന്ദർഭത്തിൽ വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള BJP പ്രവർത്തകർ കൂടിയാണ് ഈ ഒരു ചെറിയ ഒരു സഹായം ഈ പഞ്ചായത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. പ്രസിഡന്റ്, അപ്പോൾ ഈ പഞ്ചായത്തിലെ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളോടും ചോദിച്ച സ്ഥിതിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തോടിലെ നീരൊഴുക്ക് കുറഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ മട പൊക്കി കുറച്ചും കൂടെ മട ശക്തിപ്പെടുത്തുകയാണെങ്കിൽ ഇത്രയും ദുരിതം വരില്ല എന്നാണ് അവർ അറിയാനായിട്ട്. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇതുവരെ നീക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നീക്കിയിട്ടുണ്ട്. നമ്മൾ മന്ത്രിയായിട്ട് സംസാരിച്ച് മന്ത്രിക്ക് അതിനുള്ള നിവേദനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പം കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇതിലും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഉറപ്പ് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇത് മഴയ്ക്ക് മുമ്പായിട്ട് തന്നെ ഇത് ചെയ്യാനുള്ള ഏർപ്പാടുകൾ നമ്മൾ മന്ത്രിയായിട്ട് മോൻസ് ജോസഫ് മന്ത്രിയായിട്ട് നമ്മൾ സംസാരിക്കുകയും അതിനുള്ള നിവേദനം അവിടെ ചെന്ന് നമ്മൾ സെക്രട്ടറിയായിട്ട് ചെന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പിനോടും നമ്മളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പം പോളെ മൂടി കിടക്കുകയാണല്ലോ എല്ലാ സ്ഥലത്തും, അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ശരിക്കും മുണ്ടാർ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗമുണ്ട്? അവിടെ ഇപ്പം ശാശ്വതമായിട്ട് പരിഹാരം ബണ്ടുകൾ നിർമ്മിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ കൂടുതലായിട്ടും ബണ്ടുകൾ കമ്മിറ്റിയിലൊക്കെ തീരുമാനം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ബണ്ട് നിർമ്മിക്കാനുള്ള സാമ്പത്തിക ശേഷി നമ്മുടെ പഞ്ചായത്ത് ഇല്ല. തനത് ബണ്ടും അങ്ങനെയുള്ള ബണ്ടുകളൊക്കെ തീരെ കുറവാണ് നമുക്ക് ഉള്ളത് നമ്മുടെ പഞ്ചായത്തിൽ. അപ്പോൾ അതിനും നമ്മൾ പുറത്ത് നമ്മുടെ മന്ത്രിമാരുമായിട്ടും MLA ആയിട്ടും എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ നിവേദനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബണ്ട് വന്ന് തന്നെ കുറച്ച് നമുക്ക് മുണ്ടാറിൽ മാറ്റം സംഭവിക്കും. ഇപ്പോൾ ഈ ക്യാമ്പിൽ എത്രത്തോളം പേരാണുള്ളത്? ഇപ്പോൾ ഏകദേശം 100 പേരോളം അടുത്ത് ഇപ്പം ക്യാമ്പിലുണ്ട്. 3 ദിവസമായി ക്യാമ്പ് തുടങ്ങിയിട്ട് 100 പേരോളം ഇപ്പം ഇവിടെ താമസിക്കുന്നുണ്ട്. ഇനിയും വരാനുണ്ടെന്നാണ് അറിയാൻ. ഇനിയും വരാനുണ്ട്. നമ്മൾ ഇന്നലെ 3 ദിവസമായി ഉൾക്കൊള്ളാനായിട്ടുള്ള തീർച്ചയായിട്ടും ഉൾക്കൊള്ളും. ഇവിടെ നമുക്ക് വേറെ റൂമുകൾ തുറക്കും. ഇനി വന്നാൽ തന്നെ നമ്മൾ എല്ലാവരെയും ഇങ്ങോട്ട് തന്നെ ക്ഷണിക്കുന്നുണ്ട്. കാരണം ഇന്നലെ ഞങ്ങൾ അവിടെ ചെന്ന് വരാൻ താല്പര്യം കുറവാണ് മുണ്ടാറുകാർക്ക്. അവിടെ പശു അങ്ങനെ ആട് എല്ലാം ഉള്ളത് കൊണ്ട് അവർക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യം കുറവ്. എന്നാലും നമ്മൾ അവരുടെ രക്ഷയെ ഓർത്ത് അങ്ങനെ തന്നെ പറയാം, ഞങ്ങൾ അവിടെ പോയി നമുക്ക് വണ്ടിയൊക്കെ മറ്റുള്ള അതായത് നമ്മുടെ വേറൊരു മെമ്പറിൻ്റെ വണ്ടിയൊക്കെ സജ്ജീകരിച്ച് ഞങ്ങൾ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും ജനപ്രതിനിധികളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ ക്യാമ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി അവിടെ ചെന്ന് ആൾക്കാരെ കൊണ്ടുവരുവായിരുന്നു. കാരണം അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ. അപ്പം നമ്മൾ 14 മെമ്പർമാരാണ് ഉള്ളത്. എല്ലാ മെമ്പർമാരും ഈ ഒരു രാഷ്ട്രീയ മത ഭേദമന്യേ നമ്മോടൊപ്പം സഹകരിക്കുന്നുണ്ട്. ഈ 3 ദിവസമായിട്ട് ഇവിടെ ഒരു കുഴപ്പവും ഇല്ല. നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇന്ന് വരെ നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് 2 പേരെ നമ്മൾ പാചകത്തിനായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർ വളരെ നല്ല രീതിയിൽ പാചകം കൃത്യമായിട്ടും കൊടുക്കുന്നുണ്ട്. എല്ലാം പഴയ സാധനങ്ങൾ നമ്മൾ കൊടുക്കാറില്ല. എല്ലാം നല്ല ചൂടോടെ അന്നേരം ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത്. ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ വീടുകൾ ക്ലീൻ ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു ഇതെങ്ങനെയാണ്? അത് വീടുകൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇപ്പം സർക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ 10,000 രൂപയോളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് അനുവദിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നായാലും നമ്മൾ കൊടുക്കും. നമ്മളത് ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ നമ്മളത് ചെയ്യും. കാരണം പിന്നെ ഇന്ന് രാവിലെ ക്യാമ്പ് കൃത്യമായിട്ട് നമ്മൾ ആരോഗ്യവകുപ്പ് ഡോക്ടർ എപ്പോഴും ക്യാമ്പുണ്ട്. അവിടെ നമ്മൾ മരുന്നുകളെല്ലാം സൗകര്യത്തിനകത്തോടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം അവിടെ ഉണ്ട്. അപ്പോൾ അതും കൃത്യമായിട്ട് രാവിലെ നടന്നു. നമുക്കറിയാം MLA അതുപോലെ കളക്ടറൊക്കെ വന്ന് നല്ല അഭിപ്രായം പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ മഴ കൂടുകയാണെങ്കിലും നമ്മൾ അതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കുന്ന. പിന്നെ നമുക്കിപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചൊക്കെ. നമ്മൾ ഏറ്റവും തനതുകൊണ്ട് കുറഞ്ഞ ഒരു പഞ്ചായത്താണ്. മറ്റുള്ള നമുക്ക് സഹായം ചെയ്യാൻ താല്പര്യമുള്ളവരോട് നമ്മൾ അത് സഹായം ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നും കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. ഈ ക്യാമ്പിലേക്കുള്ളവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യം അതൊക്കെ എങ്ങനെയാണ്?
അത് ഇന്ന് വരെ നമ്മളാണെങ്കിൽ പഞ്ചായത്തിൻ്റെ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതുവരെ ആരും സഹായിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് ഉച്ചയായപ്പോഴത്തേക്ക് BJP മെമ്പർമാർ അവരുടേതായ രീതിയിൽ 50 കിലോ അരിയും കുറച്ച് പച്ചക്കറിയും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇപ്പോഴാണ് കൊണ്ടുവന്നത്. വളരെ സന്തോഷം, നന്ദിയുണ്ട്. അവരുടെ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. കാരണം വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണല്ലോ ഇപ്പോൾ. അപ്പോൾ അവർ തന്നതിൽ അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. നമുക്കിപ്പോൾ രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെയൊക്കെ നമ്മളിപ്പോൾ ഈ അവസരത്തിൽ എന്ത് തന്നാലും നമ്മൾ സ്വീകരിക്കും, ജനങ്ങൾക്ക് വേണ്ടി. അപ്പർ കുട്ടനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ കല്ലറ ഗ്രാമപഞ്ചായത്തിൻ്റെ 12ാം വാർഡിലുള്ള ഒരു തോടാണ് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ എതിർദിശയിലുള്ള ഈ ചിറ ഇത്രത്തോളം പൊക്കിയതുകൊണ്ട് മാത്രമാണ് ഇവിടെ നെൽകൃഷി വരെ സാധ്യമായിരിക്കുന്നത് ഈ മഴക്കാലത്തും. ഈ കല്ലറ ഗ്രാമപഞ്ചായത്തിൻ്റെ 1ാം വാർഡിലും 2ാം വാർഡിലും ഇതുപോലെ ചിറ ഉയർത്തണമെന്നാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. എങ്കിൽ മാത്രമേ ഈ കൃഷി ഇതുപോലെ സാധ്യമാവുകയുള്ളൂ. ആ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ വീടുകളിൽ വെള്ളം കയറാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ അധികാരികൾ എത്രയും വേഗം ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം.